അംഗീകാരം പൂർണ്ണമായും മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുകയാണെന്ന് പറഞ്ഞു. പ്രേക്ഷകർക്ക് നന്ദി, തൻ്റെ അമ്മയ്ക്ക് നന്ദി. അമ്മയെ അറിയിച്ചിട്ടാണ് താൻ ഇപ്പോൾ മാധ്യമങ്ങളെ കാണാൻ എത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത്. പുരസ്കാര വിവരം കേന്ദ്ര സർക്കാരിന് അറിയിച്ചപ്പോൾ ഒരിക്കൽ കൂടി അത് ചോദിച്ചു ഉറപ്പുവരുത്താൻ എന്നാണ് അദ്ദേഹം പറയുന്നത്. പരമോന്നത ബഹുമതി എന്നുള്ളത് തേടിയെത്തുമ്പോൾ അദ്ദേഹം വിനയാന്വിതനാവുകയാണ്. ദൃശ്യം 3യുടെ ഷൂട്ടിംഗ് നാളെ പുനരാരംഭിക്കാൻ പോകുന്നു. ചൊവ്വാഴ്ചയാണ് പുരസ്കാര വിതരണം. സിനിമ ജീവിതത്തിൽ ലഭിച്ച വലിയ അംഗീകാരം, ഇതിനു മുമ്പ് ലഭിച്ച മഹാന്മാരെയും അദ്ദേഹം ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. പുരസ്കാര ലബ്ധിയിൽ മോഹൻലാലിന് അവാർഡ് ലഭിച്ചതിൽ ഇപ്പോൾ അവിടെ ഒരു കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടുകയാണ്. സിനിമയിൽ അദ്ദേഹത്തോട് അടുത്തവർ മുഴുവൻ ഒപ്പം എത്തിയിട്ടുണ്ട്. ആന്റണി പെരുമ്പാവൂരിനെ കാണാം, രഞ്ജിത്തിനെ കാണാം. മലയാളത്തിൽ ഇതിനു മുമ്പ് അടൂർ ഗോപാലകൃഷ്ണനാണ് ഈ പുരസ്കാരം ലഭിച്ചത്. അലി അക്ബർ ഷായുണ്ട്. അലി ഇപ്പോൾ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടുകയാണ്. അദ്ദേഹത്തിൻ്റെ പുരസ്കാര ലബ്ധിയിൽ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ മാധ്യമങ്ങളുമായി ഇപ്പോൾ പങ്കുവച്ചല്ലോ. സ്മൃതി, തീർച്ചയായും ഈ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ സന്തോഷ നിമിഷങ്ങൾ അത് ഇന്നലെ അവാർഡ് പ്രഖ്യാപനം മുതൽ നമ്മൾ കാണുന്നതാണ്. ഇന്നിതാ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം എത്തിയത് ആ സന്തോഷം കൂടുതൽ മലയാളികളിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കാനാണ്. 48 വർഷക്കാലം ഒപ്പം നടന്ന എല്ലാ മനുഷ്യരെയും സ്മരിക്കുന്നു എന്ന് ഇന്ന് രാവിലെ തന്നെ അദ്ദേഹം പറഞ്ഞു വെച്ചു എന്നുള്ളതാണ്. ഇപ്പോഴിതാ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിടുകയാണ്. ആന്റണി പെരുമ്പാവൂരൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ അതാ കേക്ക് മുറിച്ച് അദ്ദേഹം സന്തോഷം പങ്കുവെക്കുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും ഹിറ്റായ സമീപകാല സിനിമ സംവിധാനം ചെയ്ത തരുൺമൂർത്തി ഒപ്പമുണ്ട്. തുടരും സംവിധാനം ചെയ്ത തരുൺമൂർത്തി ഒപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ പലരും ഒപ്പമുണ്ട്. അങ്ങനെ അദ്ദേഹം സന്തോഷം പങ്കുവെക്കുകയാണ്. ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുകൾ നമ്മൾ കേട്ടു. ഇത് ഈശ്വരൻ തന്ന അവാർഡാണ്, ഈശ്വരൻ തന്ന അംഗീകാരമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനോടൊപ്പം പറഞ്ഞു വെച്ചത് എൻ്റെ സിനിമകൾ, എൻ്റെ അഭിനയം അത് എനിക്ക് ദൈവമാണ്, എൻ്റെ ഓരോ സിനിമകളും എൻ്റെ പ്രാർത്ഥനയാണ്, അതുകൊണ്ട് തന്നെ ദൈവം തന്ന അവാർഡാണിത് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുമ്പോൾ അത് വല്ലാത്ത വാക്കുകളാണ്. അദ്ദേഹം ഈ കഴിഞ്ഞ 4-5 പതിറ്റാണ്ടിനോടടുക്കുന്ന ഈ സിനിമാ ജീവിതത്തിനിടയിൽ എത്രയോ അവാർഡുകൾ അദ്ദേഹം വാരിക്കൂട്ടിയിട്ടുണ്ട്. മലയാള സിനിമയുടെ പേര് വാനോളം അദ്ദേഹം എത്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ ഒരു സിനിമാ പ്രവർത്തകന്, കലാകാരന് ലഭിക്കാവുന്ന പരമോന്നത ബഹുമതിയായ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് അദ്ദേഹത്തിനെ തേടിയെത്തുമ്പോൾ അതെല്ലാ മലയാളികൾക്കും വലിയ സന്തോഷം നൽകുന്ന, ആനന്ദം നൽകുന്ന ഒരു കാര്യമാണ്. ഈ പറഞ്ഞതുപോലെ ഇനി എത്തിപ്പിടിക്കാൻ ഉയരങ്ങളില്ലാത്ത അതുല്യ പ്രതിഭയായി മോഹൻലാൽ ഇതാ നമുക്ക് മുന്നിലിരിക്കുന്നു. അപ്പോഴും ഏറ്റവും താഴ്മയായി, ഏറ്റവും എളിമയായി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു ഈ അംഗീകാരം, ഈ അവാർഡ് അത് മലയാള സിനിമയ്ക്ക് സമർപ്പിക്കുന്നു, 48 വർഷക്കാലം തനിക്കൊപ്പം നടന്ന മനുഷ്യർക്ക് സമർപ്പിക്കുന്നു, മാതാപിതാക്കൾക്ക് സമർപ്പിക്കുന്നു, ദൈവത്തിന് സമർപ്പിക്കുന്നു. ഇതാണ് മോഹൻലാലിന്റെ വാക്കുകൾ എന്ന് പറയുന്നത്. ഇപ്പോഴിതാ ഈ സന്തോഷ നിമിഷം, മലയാളികളുടെ സന്തോഷ നിമിഷം അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കൊപ്പം കേക്ക് മുറിച്ച് മധുരം പങ്കുവെച്ച് അദ്ദേഹം ആഘോഷിക്കുന്നു. ലോക മലയാളികളോട് അദ്ദേഹത്തെ തന്നെ താനാക്കിയ മലയാളികൾ, തന്നെ താനാക്കിയ പ്രേക്ഷകർ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇനി എന്ത് നേടാനാണ് ആഗ്രഹമെന്ന് ചോദിക്കുമ്പോൾ ആഗ്രഹങ്ങളൊന്നുമില്ല, ഇവിടെ ഇതുപോലെ തുടരുക എന്നതിനപ്പുറം ആഗ്രഹങ്ങളൊന്നുമില്ല, അതിനൊപ്പം തന്നെ തേടി എത്തുന്ന അംഗീകാരങ്ങളിൽ സന്തോഷം മാത്രമെന്ന് വളരെ എളിമയോടുകൂടി പറഞ്ഞു വെക്കുന്നു മോഹൻലാൽ. മലയാളികളുടെ പതിറ്റാണ്ടുകളായുള്ള ഓരോ വൈകാരിക നിമിഷങ്ങളുടെയും എക്സ്പ്രഷൻ അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഓർമ്മ വരിക മോഹൻലാൽ സിനിമകളാണ്. ഓരോ സിനിമകളിലും അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്ന രംഗങ്ങളാണ്. നമുക്കറിയാം കിരീടം പോലുള്ള ചിത്രങ്ങൾ, ഒരു അച്ഛൻ്റെ മുന്നിൽ നിസ്സഹായനായ മകൻ്റെ ചിത്രം, ഒരു അമ്മയുടെ മുന്നിൽ തേങ്ങുന്ന ഒരു മകൻ്റെ ചിത്രം, ഒരു കാമുകിക്ക് മുന്നിൽ നാണം കുടുങ്ങുന്ന ഒരു കാമുകൻ്റെ ചിത്രം, എന്തോർത്തെടുത്താലും മലയാളിയുടെ
മലയാളികളുടെ മുന്നിൽ തെളിഞ്ഞു വരിക, മനസ്സിൽ തെളിഞ്ഞു വരിക മോഹൻലാലിൻ്റെ, മലയാളിയുടെ സ്വന്തം സ്വകാര്യ അഹങ്കാരമായ ലാലേട്ടൻ്റെ മുഖമാണ്. അതുകൊണ്ട് തന്നെ മനസ്സിൽ പതിഞ്ഞ ചിത്രമാണ് മോഹൻലാൽ. ദ കംപ്ലീറ്റ് ആക്ടർ എന്ന സ്നേഹത്തോടു കൂടി പ്രേക്ഷകർ വിളിക്കുന്ന, സ്നേഹിതർ വിളിക്കുന്ന, മലയാളികൾ വിളിക്കുന്ന മോഹൻലാൽ. അതുകൊണ്ട് ഈ നിമിഷം അദ്ദേഹത്തിന് ഈ പരമോന്നത ബഹുമതി ലഭിക്കുന്ന ഈ നിമിഷം അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമുള്ള, വലിയ സന്തോഷമുള്ള നിമിഷം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു മലയാളികൾ. അദ്ദേഹം പറഞ്ഞു വെച്ച വാക്കുകൾ ഓരോന്നും അത്രമേൽ ലളിതമായി തന്നെ പറഞ്ഞു വെക്കുന്നു. വലിയ വാക്കുകൾ അദ്ദേഹം എന്നുള്ളതാണ്. ഈ പരമോന്നത ബഹുമതിയുടെ ഉന്നതിയിൽ നിൽക്കുമ്പോഴും ഏറ്റവും പീക്കാണ്, നമുക്കറിയുന്നത് പോലെ പീക്ക് ടൈമിലാണ് അദ്ദേഹത്തിന് ഈ അവാർഡ് തേടിയെത്തുന്നത്. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ സാധാരണഗതിയിൽ ഇതിനു മുൻപ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ള മലയാളി എന്ന് പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു റിട്ടയർമെൻറ്റ് ടൈം അല്ലെങ്കിൽ പ്രൊഫഷണൽ റിട്ടയർമെൻറ്റ് ടൈമിലാണ് ഈ അവാർഡ് തേടിയെത്തിയത് എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പീക്ക് ടൈം, അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൻ്റെ പീക്ക് ടൈം, തുടരും പോലെയുള്ള സിനിമകൾ, ഹൃദയപൂർവ്വം പോലുള്ള സിനിമകൾ, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പീക്ക് ടൈമിലാണിതാ ഈ അവാർഡ് അദ്ദേഹത്തെ തേടിയെത്തുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഇരട്ടി മധുരമുണ്ട് എന്നുള്ളതാണ്. ഇത് ആരാധകർ ഇവിടെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാനായി എവിടെ നിന്നെല്ലാമോ വന്ന മനുഷ്യർ, അവർക്കെല്ലാം നന്ദി പറഞ്ഞു വെക്കുന്നു. ഇവിടെ വരാതെ അദ്ദേഹത്തെ സ്ക്രീനിലൂടെ കണ്ടു മാത്രം അറിയുന്ന മനുഷ്യർ, അവർക്കെല്ലാം അദ്ദേഹം നന്ദി പറഞ്ഞു വെക്കുന്നു. 48 വർഷക്കാലം സമ്പൂർണ്ണമാക്കി തന്ന ഓരോ പ്രേക്ഷകനും നന്ദി പറഞ്ഞുകൊണ്ട് ഇതാ മോഹൻലാൽ ഒരു സിനിമാ കലാകാരന് ലഭിക്കാവുന്ന പരമോന്നത ബഹുമതി ലഭിച്ചതിൻ്റെ സന്തോഷം നമുക്ക് മുന്നിൽ പങ്കുവെക്കുന്നു. അതിൻ്റെ വളരെ സന്തോഷകരമായ, ആനന്ദകരമായ രംഗങ്ങളാണിത് നമ്മളിതാ ഇപ്പോൾ കൊച്ചിയിൽ ക്രൗൺ പ്ലാസയിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്മൃതി, അദ്ദേഹത്തെ കാണാനെത്തിയവർ മൊബൈലിൽ ഫോട്ടോ എടുക്കുകയാണ്. അദ്ദേഹം വീണ്ടും സംസാരിക്കുന്നുണ്ട്. ആരെയും നിരാശപ്പെടുത്തുന്നില്ല മോഹൻലാൽ. മാധ്യമങ്ങളോട് സംസാരിച്ച ശേഷം അദ്ദേഹം മടങ്ങുകയാണ്. വീണ്ടും തിരക്കേറിയ സിനിമാ ജീവിതത്തിലേക്ക് 48 വർഷക്കാലം സിനിമയിൽ പൂർത്തിയാക്കുമ്പോഴാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത്. വിനയാന്വിതനായി മോഹൻലാലിന്റെ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. തുടർച്ചയായി ഹിറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്ന വർഷത്തിൽ തന്നെയാണിപ്പോൾ രാജ്യത്തെ പരമോന്നത ബഹുമതി അദ്ദേഹത്തെ തേടിയെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. സന്തോഷപൂർവ്വം മാധ്യമങ്ങളോട് ആ സന്തോഷം പങ്കിട്ട് മോഹൻലാൽ മടങ്ങുകയാണ്.